ഒരു ED അന്വേഷണമോ അല്ലെങ്കിൽ CBI അന്വേഷണമോ വേണമെന്നാണ് ROC ആവശ്യപ്പെട്ടിരുന്നത്. പരാതിക്കാരൻ SFIOയുടെ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിൻ്റെ പരിശോധന മാത്രമാണ്. എന്ന് വെച്ചാൽ വയലേഷൻ ഉണ്ടായിട്ടുണ്ട് 129 പ്രകാരം, 134 പ്രകാരം, 129 പ്രകാരം, 118 പ്രകാരം, 143 പ്രകാരം വയലേഷൻ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ട് പോലും ഒരു പരിശോധന മാത്രമാകുന്നത് ഈ ഒത്തുകളിയുടെ ഭാഗമാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നത്? ED വരണം എന്നാണോ? ED അന്വേഷണം ഏറ്റെടുക്കണം എന്നാണോ കോൺഗ്രസ് പറയുന്നത്? അങ്ങനെയാണല്ലോ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ED അന്വേഷിക്കണം. അപ്പോൾ ED മറ്റ് സംസ്ഥാനങ്ങളിൽ അന്വേഷിക്കുന്നതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണല്ലോ ഇവർ പറയുന്നത്. ED സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് മണിക്കൂറുകളോളം ക്വസ്റ്റ്യൻ ചെയ്ത വിഷയത്തിൽ കോൺഗ്രസിൻ്റെ സമീപനം എന്തായിരുന്നു? ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ED നടത്തിയിട്ടുള്ള റെയ്ഡുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തു എന്നത് വ്യക്തമായിട്ടും ഒരു പണം എണ്ണുന്ന മിഷനല്ല, നിരവധി പണം എണ്ണുന്ന മിഷൻ ഉണ്ടായിട്ടാണ് ജാർഖണ്ഡിൽ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം വദ്രയുടെ സ്വന്തം ആളെ പിടിച്ചത്. എന്നിട്ടും രാഷ്ട്രീയ പ്രേരിതം പറയുന്നു. അപ്പോൾ അതേ രാഷ്ട്രീയ പ്രേരിതം ആണ് എന്ന് ED അന്വേഷിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്ന കോൺഗ്രസ്സാണ് ഇവിടെ ED അന്വേഷിക്കാത്ത അല്ലെങ്കിൽ ED അന്വേഷിക്കുന്നില്ല എന്ന് ഉള്ളത് കൊണ്ട് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി കാണുന്നത് ശരിയല്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം രാഷ്ട്രീയമല്ല. ഈ വിഷയം കൃത്യമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടാണ്, സാമ്പത്തികമായിട്ടുള്ള കൃത്യവിലോപമാണ്, അഴിമതിയാണ്. ഇതെല്ലാം ഈ 4 മാസത്തിനുള്ളിൽ പെട്ടെന്ന് അങ്ങ് ചെയ്യണം. എന്നിട്ട് ഈ 4 മാസത്തെ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഈ വിഷയത്തിലൊക്കെ എന്തെങ്കിലും ഒരു ഉണ്ടയാക്കണം എന്നൊക്കെയുള്ള ഒരു താല്പര്യമാണ് കോൺഗ്രസ്സിന്. അവർക്ക് 4 മാസത്തിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തേക്ക്, അവരുടെ അലിഗേഷൻ അവിടെ കിടക്കട്ടെ. BJP ഒത്തുകളിക്കുകയാണെന്നുള്ള അലിഗേഷൻ അവിടെ കിടക്കട്ടെ. നേരെ കർണാടകയിൽ പോയാൽ, കർണാടകയിലാണല്ലോ ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, കർണാടകയിലാണല്ലോ എക്സാലോജിക് ഉള്ളത്, കർണാടകയിലാണല്ലോ എക്സാലോജിക്കിൻ്റെ ഈ തിരിമറി നടന്നു എന്ന് പറയുന്നത്, കർണാടകയിലെ ROC ആണല്ലോ പഴയിട്ടിരിക്കുന്നത്. കർണാടക ഗവൺമെൻറ്റിന് CBI അന്വേഷണമോ ED ഒക്കെ കൊണ്ടുവരാമല്ലോ. CBI അന്വേഷണം കർണാടക ഗവൺമെൻറ്റിന് ആവശ്യപ്പെടാമല്ലോ, കൊണ്ടുവരാമല്ലോ. ഈ കോൺഗ്രസ്സുകാരൊരു വാക്ക് ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ ശിവകുമാറിനോട്, അതങ്ങ് ചെയ്യാൻ പറയും, കുറച്ചുകൂടെ എളുപ്പമല്ലേ? ഞാൻ ചോദിക്കണം, വെറും മിയറായിട്ടുള്ളൊരു അലിഗേഷൻ BJPയുടെ നെഞ്ചത്ത് വയ്ക്കുക, എന്നിട്ട് ഒരു പുകമറ ഉണ്ടാക്കുക. ഞങ്ങൾക്ക് ഇങ്ങനത്തെ അലിഗേഷൻ പുകമറയൊന്നും താല്പര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കും, കട്ടിട്ടുണ്ടെങ്കിൽ BJP പിടിക്കും. കാരണം കക്കാത്ത സർക്കാരാണ് കേന്ദ്രത്തിൽ, അതുകൊണ്ട് പിടിക്കുമ്പോൾ ഇപ്പം എന്താ 440 കമ്പനി ആക്ട് 447 പ്രകാരം 448 പ്രകാരമുള്ള വളരെ കൃത്യമായിട്ടുള്ള ആ ഒരു കമ്പനി ആക്ടിൻ്റെ വയലേഷൻ നടന്നിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. ഈ ROC എന്ന് പറയുന്നത് സ്വാഭാവികമായും കേന്ദ്ര കമ്പനി കാര്യാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടതാണല്ലോ. അവർ റിപ്പോർട്ട് കൊടുത്തു, 210 പ്രകാരം അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി അത് കമ്പനി ആക്ട് 212 വരും. 212 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള FIR ആണ്. ആ FIR വന്നു കഴിഞ്ഞാൽ പിന്നെ EDക്ക് എളുപ്പമാണ്. അപ്പോൾ ഒരു അന്വേഷണം അതിൻ്റെ കൃത്യതയോടുകൂടി പോകാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ അതിനെ ഉണ്ടയാക്കാനുള്ള ശ്രമമാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. Debate with MV Nikesh Kumar.